ഹലോ, ഇന്ന് ശനിയാഴ്ച അച്ഛന് എക്സാം ഇല്ല, അതുകൊണ്ട് എൻ്റെ കൂടെ വരികയാണ്. എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഓഫീസ് വരെ വരില്ല അല്ലേ? എവിടെ വരെ വരും? റേഷൻ കടയിൽ ഇന്നലെ അരി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അകളിയിൽ നിന്നാണ് വാങ്ങിയത്. അരി വാങ്ങിയപ്പോൾ അവർ മണ്ണെണ്ണ ഉണ്ട് എന്ന് പറഞ്ഞു. പിടിക്കേ മണ്ണെണ്ണ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മണ്ണെണ്ണ നമ്മൾ വാങ്ങിയില്ല. വാങ്ങാഞ്ഞതല്ല, കുപ്പി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ ബില്ലടിച്ചിട്ട് പോയാൽ നാളെ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അതായത് ഇന്നലെയാണ് അരി വാങ്ങിയത്. അപ്പോൾ ഇന്നലെ 10 കിലോ അരി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഒന്ന് മണ്ണെണ്ണ ഇവൻ പോയി വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബില്ല് കൊടുത്തുവെച്ചാൽ മതിയല്ലോ. എന്ത് ഇത് കളറടിക്കാൻ കൊടുക്കണ്ടേ? എൻ്റെ കാലത്തെ കമ്മൽ കളറടിക്കാൻ കൊടുക്കണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതൊക്കെ പച്ച കളറായോ? അതോ കളർ പോയോ? പച്ച കളറായോ? എനിക്ക് റിങ് നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ റിങ് പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഇടയിലെടുത്തിടും. അവൻ അങ്ങനെ നോക്കി പറയും കളർ അടിക്കാൻ കൊടുക്കുക, പച്ച കളറായിരുന്നു. എനിക്ക് ഇനി എത്ര എക്സാം? രണ്ട്. മലയാളം സെക്കൻഡ്, ഗണിതം അല്ലേ? അപ്പോൾ ഇവൻ ഇന്ന് അകളി വരെയൊക്കെ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ റേഷൻ കടയിൽ പോവാം. എന്നിട്ട് മണ്ണെണ്ണയും വാങ്ങിയിട്ട് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി കേട്ടോ. ടീച്ചർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്കാണ് ഇനി ഇവൻ പോണത്. വൈകുന്നേരം പിന്നെ ഞാൻ കയറുന്ന ബസ്സിൽ കയറിയിട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യാം. ഇന്നാണെങ്കിൽ പതിവില്ലാതെ ഭയങ്കര തണുപ്പ് കൂട്ടാ. അപ്പോൾ രാവിലെയൊക്കെ ഞാൻ ചോറുണ്ടാക്കാനേ ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് ചെറിയൊരാശ്വാസം. കൈയൊക്കെ ഇങ്ങനെ മരവിച്ചിട്ട് അത്രയ്ക്ക് വെള്ളം തൊടുമ്പോൾ ഐസ് വാട്ടർ കുടിക്കും പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് ഭയങ്കര പതിവില്ലാതെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ബസ്സിലൊക്കെ പോകുമ്പോഴൊരു തണുപ്പ് വരാനും. കോട്ടും ഒന്നും ഇട്ടിട്ടില്ല, തണുത്തിട്ട് പോവാ. ആ മലയിലൊക്കെ കണ്ട കോട ഇപ്പോഴും വെയിലുണ്ട്, എന്നാലും ഒരു മങ്ങിയ വെയിലാട്ടോ. കോട മൂടി തണുത്തൊരു അന്തരീക്ഷം, നല്ല തണുപ്പ്. അയ്യോ, ഇപ്പോഴും സമയം 9 മണിയായി, എന്നിട്ടും തണുപ്പൊന്നും വിട്ടിട്ടില്ല. എന്താ കോട മൂടിയ അന്തരീക്ഷം. എന്താ അത്? ഈ നായക്കുട്ടിയാണ് ഇത്ര നേരം മൂളിയത് ഇവനോട്. എവിടെ നായനെ കണ്ടാലും പിടിച്ച് കളിപ്പിക്കലാണ് ഇവൻ്റെ പണി. ബസ് തന്നെ ഉണ്ടച്ചു. എൻ്റെ കൈയൊക്കെ കണ്ടാൽ തണുത്തിട്ട് ഇങ്ങനെ രോമങ്ങളൊക്കെ പൊങ്ങിയിട്ട് നിൽക്കുന്നത് ബസ് കയറിയതിൻ്റെയാണ് ഇത് കേട്ടാ. അതായത് ബസ്സിൽ കയറിയിട്ട് ആ തണുത്ത കാറ്റും കൂടിയും വീശുമ്പോൾ ഉണ്ടല്ലോ ഒരു തണുപ്പ് ഇങ്ങനെ കയറാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആവുമേ. പക്ഷേ ബസ്സിൽ വേറെ ആർക്കും കുഴപ്പമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ തണുപ്പും പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ടിൽ കയറിയിരുന്നപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ആ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ എൻ്റെ കയ്യിലും കാലിലൊക്കെ തട്ടിയപ്പോൾ കുറച്ച് തണുപ്പ് മാറി കിട്ടി. ഞങ്ങൾ അകളിയിൽ വന്ന് ഇറങ്ങിയിട്ടാ. അപ്പം മണ്ണെണ്ണ വാങ്ങാനുള്ള കുപ്പിയില്ലേ ബാഗിൽ നിർത്തിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കൊണ്ടേക്കാം. അപ്പം ഇനി നേരെ ആ റോഡിൽ കൂടി നടന്നിട്ട് അങ്ങനെ പോണവന്. അപ്പം റേഷൻ കട എത്തും. നീ പോണാ ഈ സൈഡിൽ കൂടി തന്നെ പോയിട്ട് വളവൊന്നും ഇല്ലാത്തടത്തുനിന്ന് അപ്പുറത്തേക്ക് കിടക്കില്ല. ശരി എന്നാ ടാറ്റാ. അവനതേ പോകുന്നു, പോയിക്കോളും. ഇവിടുന്ന് അതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ടീച്ചറുടെ വീട്. അപ്പം മണ്ണെണ്ണയും വാങ്ങിയിട്ട് അവൻ നേരെ അങ്ങോട്ട് പോയിക്കോളും. അപ്പം ഞാൻ അതിനായിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അവനതാ പോയി. ഞാൻ ഓഫീസിലേക്ക് പോട്ടെ. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി, ഞാനിത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പോണ വഴിയിട്ടാ. ഇത് കൂടി അല്ല ഞാൻ പോവാറ് സിവിൽ സ്റ്റേഷനിലൂടെയാണ്. അപ്പോൾ ക്യാമറയിൽ എന്തോ ഒരു സാധനം ചെയ്തപ്പോൾ ആ സ്ക്രീന് വലുതായിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ഡ്യുവൽ റെക്കോർഡ് ഇട്ടതാണ്. എന്നിട്ട് നോക്കുമ്പോൾ സ്ക്രീന് വലുതായിരിക്കുന്നു. എനിക്കിതിലത്തെ എല്ലാ സെറ്റിങ്സൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ സെൽഫി സ്റ്റിക്കും ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചാണ് നടക്കുന്നത്. പിന്നെ ഓഫീസിൽ ഒരു ടർക്കി ഇതേ ആ കാണുന്ന കടയിൽ അലക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങണം. അടുത്ത ചേച്ചി കട പറഞ്ഞാൽ പുറത്തുള്ളൊരു തേപ്പ് കടയില്ലേ, അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കണ്ടതും ചേച്ചി അത് ആ തപ്പും ഇറക്കി കൊടുത്തത്. എന്താ അല്ലേ തീയൊക്കെ കൂട്ടുന്ന കൽക്കരി. ഇതെന്താ പട്ടിക്കുട്ടിക്ക് ബിസ്ക്കറ്റോ? അലക്കിയില്ലേ? നമ്മുടെ ചേച്ചി തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്. ഇനി വാങ്ങിക്കൊണ്ട് വേണ്ടുള്ളൂ. എത്ര രൂപയാ? 40.
അതെ ടർക്കിയൊക്കെ വാങ്ങി ഞാൻ ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിൽ കൂടി കയറുന്നതാണ് എളുപ്പം. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയത് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് ഐ എച്ച് ആർ ഡി കോളേജ്. അത് ഐ.എച്ച്.ആർ.ഡി കോളേജ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ഒരു പച്ചക്കറി കട. ഇവിടുന്ന് ഇടയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകും. ഫ്രഷ് സാധനങ്ങൾ കിട്ടും അവിടെ. ഇനി ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡിൽ കയറിയാൽ നമ്മുടെ ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ഫേസ് ആപ്പും ചെയ്ത് ഇനി ഓഫീസിലേക്ക് കയറട്ടെ. തണുപ്പിന് ചെറിയൊരു ആശ്വാസം. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നല്ല വെയിലായി, അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ എന്നാൽ ഇനി പോട്ടെ. പിന്നെ കാണാം. ടാറ്റാ.